ഹായ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ 6th സെമ്മിലെ അതായത് MG യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അനുസരിച്ച് 6th സെം ഇൻകം ടാക്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ പറയാം. അതുപോലെ എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇന്ന ചാപ്റ്റർ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ കുറേ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം നമുക്ക് ഇൻകം ടാക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം കേട്ടോ. 6th സെമ്മിലെ ഇൻകം ടാക്സ് 2 അതിൽ 5 ലെസനാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് തിയറി ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ നിന്ന് കുറേ തിയറീസ് ചോദിക്കാറുണ്ട്. പിന്നെ പ്രോബ്ലംസ് ഈ 4 ലെസണിൽ നിന്നും ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും പ്രോബ്ലം വരാം. അപ്പോൾ ഒരു ലെസൺ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഈ നമ്പറിൻ്റെ സൈഡിലായിട്ട് സ്റ്റാർ ഇട്ടിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോകരുത്. മാക്സിമം ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് കവർ ചെയ്യാൻ നോക്കുക. പിന്നെ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് അത് കമൻറ്റിലൂടെ കുറച്ച് പേര് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. എന്താണ് വാട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ്, ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, അതിൽ ഷോർട്ട് ടേമും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഒക്കെ എന്താണെന്ന് നന്നായിട്ട് പഠിക്കാം. വാട്ട് ഈസ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം, വാട്ട് ഈസ് ഗ്രോസിംഗ് അപ്പോ സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ്, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ. ഇതെല്ലാം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. വാട്ട് ഈസ് ക്ലബിംഗ് ഓഫ് ഇൻകം, വാട്ട് ഈസ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം, അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്, വാട്ട് ഈസ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം, റിട്ടേൺ ഓഫ് ലോസ്, ബിലേറ്റഡ് റിട്ടേൺ, റിവൈസർ റിട്ടേൺ, ഡിഫക്റ്റീവ് റിട്ടേൺ. ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. വാട്ട് ഈസ് TRP. ഇതുപോലെ അല്ലാതെ ക്വസ്റ്റ്യൻസ് പറയാനായിട്ട് ഒരു ഐഡിയ ഇല്ല. അതാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. വാട്ട് ഈസ് പാൻ, വാട്ട് ഈസ് TDS, TCS, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് 2 മാർക്കാണ്. ഇനിയിപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. Which are the transactions not considered as transfer? Section 47. What are the income which are chargeable under the head income from other sources? General income and specific incomes ഒക്കെ നന്നായിട്ട് പഠിക്കുക. What are the rules of accrual of interest on securities? What are the deduction allowable under the head income from other sources? What are the deductions not allowable under the head income from other sources? Which are the cases in which the income of others is included in the assessee's income? അതിൽ സിറ്റുവേഷൻസ് വേർ ക്ലബിംഗ് ഓഫ് ഇൻകം ഈസ് ഡൺ. അത് 5 മാർക്കിനും ചോദിക്കാറുണ്ട്, 15 മാർക്കിനും ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദി അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഓർ ഡീംഡ് ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ, വാട്ട് ആർ ദി റൂൾസ് ഓഫ് സെറ്റ് ഓഫ് ലോസസ്, ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റും ഇൻട്രാ ഹെഡ് ആൻഡ് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പഠിക്കുക. വാട്ട് ആർ ദി റൂൾസ് ഫോർ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇത് 5 മാർക്കിനും 50 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ്, what are the deductions from gross total income? Section 80C to 80U ഉണ്ട്. അതുപോലെ what are the deductions under chapter 6A 50 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. what are the deductions under section 80C or 80D? ഇതെല്ലാം ഏതെങ്കിലും ഒരെണ്ണമൊക്കെ 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, വാട്ട് ഈസ് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് വാട്ട് ആർ ദി ടെസ്റ്റ് ടു ഡിറ്റർമിൻ അഗ്രികൾച്ചറൽ ഇൻകം, വാട്ട് ഈസ് ക്ലബിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. ഞാൻ നേരത്തെ ഈ ക്ലബിങ്ങിന്റെ കാര്യം പറഞ്ഞതാണ്. വാട്ട് ആർ ദി പവേഴ്സ് ഓഫ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, വാട്ട് ആർ ദി വേരിയസ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഫോർ ദി പർപ്പസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്, എക്സ്പ്ലെയിൻ ദി അസസ്മെന്റ് പ്രൊസീജിയർ, വാട്ട് ആർ ദി റിട്ടേൺസ് ടു ബി ഫയൽഡ് ഇൻ ഇൻകം ടാക്സ്, വാട്ട് ഈസ് റിക്കവറി ഓഫ് ടാക്സ്, വാട്ട് ആർ ദി മോഡ് ഓഫ് റിക്കവറി ഓഫ് ടാക്സ്, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് അവോയ്ഡൻസ്. ഇത് 5 മാർക്കിനും ചോദിക്കാറുണ്ട്. What is refund of taxes? Who are the persons entitled to claim refund? അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ. Which are the payment for which tax is to be deducted at source? What is assessment? What are the types of assessment? What are the conditions to be satisfied for application for PAN? ഇനി
മെയിനായിട്ട് വരുന്ന പ്രോബ്ലംസ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഇതൊക്കെ പഠിക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, പിന്നെ പ്രോബ്ലം ടു സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻകം ടാക്സിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് കൂടാതെ കൂടുതൽ പഠിച്ചു വയ്ക്കുക, ഇത്രയെങ്കിലും പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പ്രിഫറൻസ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് കൊടുക്കുക. സെക്കൻഡ് ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോൾ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നെ തിയറീസ് ആണെങ്കിൽ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും തിയറി ചോദിക്കാറുണ്ട്. അതുപോലെ പ്രോബ്ലം ആണെങ്കിൽ 15 മാർക്കിന് പ്രോസസ് കോസ്റ്റിംഗ്, ബജറ്റ്, മാർജിനൽ കോസ്റ്റിംഗ്. ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്ന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒരു പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ടാകും. അതുപോലെ ഫ്ലെക്സിബിൾ ബജറ്റിന്റെ പ്രിപ്പറേഷൻ ഉണ്ടാകും. മാർജിനൽ കോസ്റ്റിംഗിന്റെ കുറെ ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ടാകും. ഓക്കെ, അതിനുശേഷം ഈ 3 നന്നായിട്ട് പഠിച്ചതിന് ശേഷം കോൺട്രാക്ട് കോസ്റ്റിംഗും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗും പഠിക്കാം. ഈ ഒരു ജോയിന്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തിയറീസ് ആയിരിക്കും ചോദിക്കുക. ജോബ് കോസ്റ്റിംഗും കൂടുതലും തിയറീസ് ആണ് വരിക. അതുകൂടാതെ ഒരു 5 മാർക്കിന് ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് കോസ്റ്റിങ്ങിൽ പഠിക്കേണ്ടത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കോസ്റ്റിംഗ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെയൊക്കെ മീനിങ് ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, റിട്ടൻഷൻ മണി, എസ്കലേഷൻ ക്ലോസ്, ബൈ പ്രോഡക്റ്റ് ആൻഡ് ജോയിന്റ് പ്രോഡക്റ്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് വാട്ട് യു മീൻ ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതാത്തത്, ടോപ്പിക്ക് മാത്രം എഴുതി വെച്ചിരിക്കണം കേട്ടോ. അതുപോലെ കോൺട്രാക്ട് കോസ്റ്റിംഗ്, എല്ലാ ചാപ്റ്ററിലും ഓരോരോ കോസ്റ്റിങ്ങിന്റെ കാര്യമാണല്ലോ നമ്മൾ പഠിക്കണം. അപ്പം അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, വാട്ട് ഈസ് MOS, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി, വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻസ്, അതൊക്കെ 2 മാർക്കിന് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ബ്രേക്ക് ഇവൻ പോയിന്റ് ആൻഡ് ബ്രേക്ക് ഇവൻ ചാർട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ബഡ്ജറ്ററി കൺട്രോൾ, ക്യാഷ് ബഡ്ജറ്റിന്റെ മീനിങ്, വാട്ട് ഈസ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്, അതുപോലെ വാട്ട് ഈസ് വർക്ക് സർട്ടിഫൈഡ്, അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ലോസ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ എന്താണോ ചെറിയ ടോപ്പിക്കായിട്ട് പഠിക്കുന്നതെല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ തിയറീസ് എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ തിയറീസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും പ്രോബ്ലംസ് ഉണ്ടാകും. ഇപ്പോൾ ഒരു ചാപ്റ്റർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനിവിടെ പ്രോസസ് കോസ്റ്റിങ്ങും അതുപോലെ ബഡ്ജറ്റും മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ 15 മാർക്കിന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കോൺട്രാക്റ്റിൽ നിന്നും ഓപ്പറേറ്റിംഗിൽ നിന്നും ക്വസ്റ്റ്യൻ വരില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്ന് 15 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് രണ്ടും 5 മാർക്ക്, ഇതും 5 മാർക്കൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിൽ നിന്ന് 5 മാർക്കിന്റെ തിയറി വരും. ചിലപ്പോൾ ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിംഗ് ആയിരിക്കും 15 മാർക്കിന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രിഫറൻസ് ഈ ഒരു ഓർഡറിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് സെന്റർ, സീറോ ബേസ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ബഡ്ജറ്റിംഗിന്റെ മീനിങ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് മീനിങ്, മെറിറ്റ്സ്, വർക്ക് സർട്ടിഫൈഡ്. അതിപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ജോബ് കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, അവിടെ ഞാനൊരു സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, ടൈപ്സ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. ആ ഒരു ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതിൽ നിന്ന് തിയറീസ് ചോദിക്കാറുണ്ട്. അതുപോലെ 15 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും. അത് ചിലപ്പോൾ പെർസെൻറ്റേജ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ യൂണിറ്റ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്, കുറേ ഡിഫറൻസ് ഇതിൽ ചോദിക്കുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഫിക്സഡ് ബഡ്ജറ്റും ഫ്ലെക്സിബിൾ ബഡ്ജറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ജോയിന്റ് പ്രോഡക്റ്റ്, ബൈ പ്രോഡക്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ഇതിപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ മെൻഷൻ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. അതുപോലെ വാട്ട് ആർ ദി പ്രോസസ് ലോസസ്, ഹൗ ഡു ഡീൽ ദീസ് ഇൻ പ്രോസസ് കോസ്റ്റിംഗ്.
അതിൽ മെയിനായിട്ട് വരുന്ന ലോസ് നോർമൽ ലോസ് അബ്നോർമൽ ലോസ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഡിസ്കസ് ദി മാനേജീരിയൽ ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. വാട്ട് ഈസ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്, വാട്ട് ആർ ദി റൂൾസ് ടു ബി ഫോളോഡ്, ഇതും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ദെൻ 5 മാർക്കിനൊക്കെ പ്രിപ്പറേഷൻ ഓഫ് ജോബ് കോസ്റ്റ് ഷീറ്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കോസ്റ്റിംഗിൽ നിന്ന് മെയിനായിട്ട് ഇത്രയൊക്കെ പഠിക്കുക. ഇത് കൂടാതെ ഞാൻ പറയാത്തതും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ചാപ്റ്ററിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് പ്രിഫറൻസ് കൊടുക്കേണ്ടത് റേഷ്യോ അനാലിസിസിനാണ്. അത് കഴിഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു തിയറി അല്ലേ. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്നായിരിക്കും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ നമ്മൾ കുറേ ടൂൾസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ടൂളും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും അതിൻ്റെ മെറിറ്റ്സും അഡ്വാൻറ്റേജും ഡിമെറിറ്റ്സ് ഒക്കെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിക്കുവാണ്. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്, ഒബ്ജക്റ്റീവ്സ്, അതെല്ലാം തിയറീസ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം. അതുപോലെ റേഷ്യോ അനാലിസിസിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോൾവൻസി റേഷ്യോസ് ഏതൊക്കെയാണ്, എന്താണ് റേഷ്യോ അനാലിസിസ്, 2 റേഷ്യോസ് ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്യുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്ങും അഡ്വാൻറ്റേജും എല്ലാം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫണ്ട് ഫ്ലോ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഇതെല്ലാം ബുക്ക് കംപ്ലീറ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രം പഠിക്കരുത്, ഞാൻ വീണ്ടും പറയുവാണ്. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻസ് താഴേക്ക് എക്സ്പ്ലെയിൻ ദി വേരിയസ് ടെക്നിക്സ് അപ്ലൈഡ് ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, ആ ഒരു ടെക്നിക്ക് 2 മാർക്കും 5 മാർക്കും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ആദ്യം 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാൻ നോക്കുക. അപ്പോൾ എസ്സേസ് ആണ് പഠിക്കണമെങ്കിൽ എസ്സേന്ന് തന്നെ നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം എസ്സേക്ക് തന്നെ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവർക്ക് ഓപ്ഷൻസ് ഉണ്ടാകും. ഇപ്പോൾ എസ്സേയിൽ 4 ക്വസ്റ്റ്യൻസ് എന്തോ തരുന്നുണ്ട്, അതിൽ 2 അല്ലേ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്താണെങ്കിലും നന്നായിട്ട് പഠിച്ചാൽ എളുപ്പമായിരിക്കും, എല്ലാവരും പാസ്സാകും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, then characteristics of financial statement, what is internal analysis and its features, merits of comparative statement analysis, importance of various ratios, അത് ഏത് വേണമെങ്കിലും ചോദിക്കാം. what are the limitations of ratio analysis, state the steps to be followed to prepare fund flow statement, difference between schedule of changes in working capital and fund flow statement, what are financial statement, മീനിങ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസോ ക്യാരക്ടറിസ്റ്റിക്സോ എന്തൊക്കെയാണോ ടെക്സ്റ്റിലുള്ളത് അതെല്ലാം പഠിച്ചു വയ്ക്കുക. പിന്നെ അനാലിസിസിൻ്റെ മീനിങ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അനാലിസിസ്, ദെൻ കമ്പാരേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കമ്പാരേറ്റീവ് ബാലൻസ് ഷീറ്റ്. ഇത് നമ്മൾ ഫസ്റ്റ് ടൂൾസ് പറഞ്ഞപ്പോൾ ഇത് നിങ്ങൾ പഠിക്കും. അപ്പോൾ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു വയ്ക്കുക. പിന്നെ വരുന്നത് ഹൗ വുഡ് യു ക്ലാസിഫൈ ഫിനാൻഷ്യൽ ratios according to the nature, what is window dressing, ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെൻ ബൈ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, എല്ലാ റേഷ്യോസും പഠിച്ചു വയ്ക്കണം കേട്ടോ. അതിപ്പോൾ എന്താണ് റേഷ്യോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയില്ല എങ്കിൽ ഏതൊക്കെ റേഷ്യോസ് തമ്മിലുള്ളൊരു റിലേഷനാണ് എന്ന് എഴുതി വെക്കാൻ പറ്റിയാൽ ബെറ്റർ. പിന്നെ അതിൻ്റെ ആ ഇക്വേഷനും കൂടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് എഴുതി വെക്കാം. കറന്റ് അസറ്റ് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്, വാട്ട് ആർ ദി സോൾവൻസി റേഷ്യോസ്, അതിന്റെ യൂസസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ഫിനാൻഷ്യലും മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. സ്റ്റേറ്റ് ദി പ്രൊസീജിയർ ടു പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ തിയറിയാണ് അത് ചോദിക്കുന്നത് കേട്ടോ. പ്രോബ്ലം വരാറുണ്ട്, തിയറിയും ചോദിക്കാറുണ്ട്, പ്രൊസീജിയർ എന്താണെന്നുള്ളത്. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, ഞാൻ ലെസൺ പറഞ്ഞപ്പോൾ ഇതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. ബട്ട് അത് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് മെയിൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ
ഒരു പ്രോബ്ലം പേപ്പർ ആകുമ്പോൾ കുറച്ച് തിയറീസേ ഉണ്ടാവുള്ളൂ. എല്ലാ ചാപ്റ്ററിൽ നിന്നും 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, എസ്സേ ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു റേഷ്യോന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഫണ്ട് ഫ്ലോയിൽ നിന്ന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ക്യാഷ് ഫ്ലോയിൽ നിന്നും ഉണ്ടാകും. അതുപോലെ തിയറി ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും 15 മാർക്കിന്റെ തിയറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കാം, എക്സാം നന്നായിട്ട് എഴുതാം. വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.